കൂർക്ക ദൈവങ്ങൾ കാക്കുമോ ശപിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. ദിവസം കോഴിയിറച്ചി കഴിക്കണം. അപ്പൊ ചേട്ടൻ ശരിക്കും മണ്ടനല്ല, മണ്ടനായിട്ട് അഭിനയിക്കണതല്ലേ? അയ ബോഗി മുഴുവൻ ചീരി ബോഗി എന്നാ പറയാ. ചരക്കരത്തോട് അതിന്റെ ഉള്ളില് അമ്മ വിത്തിട്ട് വയ്ക്കും. വെറുതെ വെള്ളം പിടിച്ചാൽ തന്നെ കിട്ടും. ഗപ്പി കൃഷി ആരംഭിക്കാലോ നമുക്ക്. ജോണിയാണ് ഹിന്ദി അറിയാം, വേലന് ഹിന്ദി അറിയാം. തനിക്ക് വല്ലതും മനസ്സിലായോടോ? ഇല്ല. പിന്നെ എന്തുട്ടു ഇവിടെ നിൽക്കണത്? നമ്മുടെ ഈ പോണ്ടില്ലേ, ഈ പോണ്ട് ഇതിലിപ്പോ നിറയെ മീനുകളാ. തവളകളും. ഒരു തവള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/2 കിലോ ഉണ്ട് ഒരു തവള, ഒരെണ്ണം. ഒക്കെ വെള്ളത്തിന്റെ അടിയിൽ പോയി. ഒക്കെ ഇത് ഇവിടെ ഇങ്ങനെ ഇരുന്ന് നടന്നു. കണ്ണ് 2 മാത്രം, കണ്ണ് മാത്രം പുറത്തായിട്ട് കാണാം. നമ്മൾ അവിടെ നോക്കുമ്പോ നമ്മൾ അടുത്ത് വരുമ്പോ ചാടും. ഇത് കുറച്ച് ഗപ്പികളെ ബക്കറ്റ് പോയിട്ട് മറ്റേ നമ്മുടെ അതെല്ലാം ഞാൻ പറഞ്ഞു തന്നു. ഏതിലാ? സോള ടാങ്കില്. എടുക്ക് വാ, ബക്കറ്റ് എടുക്കാന്ന് വെച്ചാ ഒക്കെ മുകളിലുണ്ട് ഇപ്പോ. ബക്കറ്റ് അല്ല, ബക്കറ്റ് എടുത്തിട്ട് മറ്റേ വല കൊണ്ട് പൊക്കിയെടുക്കണം. വല എടുത്തോണ്ടേ അതിന് നീന്താൻ പറ്റൂ? വെള്ളണ്ടാ? അന്നച്ചാ അങ്ങോട്ട് മോട്ടർ വിടായിരുന്നു, അതിൽ വെള്ളമില്ല. വെള്ളണ്ട്. ഞാൻ ഈ വല തപ്പി നടക്കായിരുന്നു. എവിടെയെന്നറിയോ? നമ്മുടെ സ്വിമ്മിങ് പൂളിലായിരുന്നു. അതിൽ കുറച്ച് വെള്ളം അടിക്കണം. ഞാൻ മോട്ടർ വിട്ടാലോ അങ്ങോട്ട്? വെള്ളമൊന്നും വേണ്ട, അത് ഒരു 50 കിട്ടിയിട്ടുണ്ട് കേട്ടാ. വെറുതെ വെള്ളം പിടിച്ചാൽ തന്നെ കിട്ടും. ഇതിലുള്ള ഗപ്പി കൃഷി ആരംഭിക്കാലോ നമുക്ക്. ഗപ്പി എന്ന് പറഞ്ഞ സിനിമയില്ലേ, അതിൽ കുട്ടിക്കാതെ തന്നെയല്ലേ? വേണ്ട, അതിൽ കണ്ടമാനായിക്കോട്ടെ, മതി. എൻ്റെ അമ്മേ കസറി. അതാ ഇത്രയുള്ള കാര്യം. ഇതിനു വേണ്ടിയിട്ട് എന്നെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായ? കണ്ട, ഇത് കൊണ്ട് അതിൽ കൊണ്ടുവരാം നമ്മളേ. അതെ, അതിലെനിക്ക് ഞാൻ വെള്ളം അടിക്കാൻ പോവാ. കൊണ്ടിടണോട് കൂടി വിറ്റാളിച്ചാവ. അതില് വെള്ളമില്ലാന്ന്. അതിൽ ലോഡ് വെള്ളമുണ്ട്. ഞാൻ മനസ്സിലാവാത്ത ചേട്ടന്. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ, ഇനി എങ്ങാനും വെള്ളം ഉണ്ടെങ്കിലോ. അതേ, നമ്മളേ ഓണത്തിൻ്റെ മറ്റേ ചെണ്ടുമല്ലിയുടെ തൈ വാങ്ങിച്ചോണന്നേ. കണ്ടാ, അത് കുഴിച്ചിടാൻ പോവാ. അങ്ങോട്ട് വാ, പറമ്പിലേക്ക് പോവാ. ബക്കറ്റിൽ വെള്ളം എടുത്തേ. ഇത് ചൂഞ്ഞമ്മളൊക്കെ തൈ. വാ, അടുക്ക്. നമ്മൾക്ക് കൂർക്കയ്ക്ക് അന്ന് തുടക്കം തന്നെ വളട്ട് കൊടുത്തു എന്നുള്ളൊരു പരാതി നമ്മളെ പറ്റിയിട്ടുണ്ട്. എന്താ കൊതുകിനടിച്ചത് അവിടെ ചോര? അത് കുഴപ്പമൊന്നുമില്ല. കൊതുകിൻ്റെ വയറ്റിലെ ചോരല്ലാണ്ട് പിന്നെ എന്തിട്ട് അല്ലാതെ വെള്ള പാൻറ്റുമ്മലായി, അത് കുഴപ്പമൊന്നുമില്ല. അപ്പം ഇന്ന് കൂർക്കരെ അവസ്ഥ കാണിച്ചു തരാം. പിന്നെ കുറച്ച് കൂർക്കയ്ക്ക് മണ്ണിടാണ്ട് പിന്നെ ഇവർ നടണം. ഓണമല്ല വരുന്നത്. അപ്പം ഗപ്പിക്ക് വെള്ളം ഉണ്ടോ? വള എല്ലാവരും ഇടണ സമയത്ത് ഞാനിങ്ങനെ വളടാറായി എന്ന് പറയുമ്പോൾ പറയും ആയിട്ടില്ല എന്ന് പറയും. എന്നിട്ട് എല്ലാവരും കൂർക്ക പറിക്കണ സമയത്താണ് ചേട്ടൻ കപ്പലണ്ടി പിണ്ണാക്കൊക്കെ വാങ്ങിച്ചോണെന്ന് ഇടുക. ഇതിപ്പോൾ എന്തായി? ഒന്നും ചേട്ടാ കേടുണ്ട്, പുഴുണ്ട്. ആദ്യം തന്നെ നമുക്ക് ആ ഗപ്പീനെ കൊണ്ടുവന്ന് പറ്റാളെ സംരക്ഷിക്കുക. അതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടല്ലേ? അത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വളരെ വെള്ളല്ലേ എന്ന് പറഞ്ഞിട്ട് നോക്കിയേ. ഇതിൽ വെള്ളം. അയ്യോ, ഇതിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്. സോറി ചേട്ടാ. കണ്ട, ഇതിൽ നിറച്ച് വെള്ളമുണ്ട്. ചേട്ടാ വെള്ളം അടിച്ചത് ഇന്നലെ മഴ പെയ്ത്. ഞാൻ വെള്ളം അടിച്ചിട്ടുണ്ട്. ഇതിൽ എനിക്ക് വെള്ളം അടിക്കുന്നത് ഞാൻ അവിടെ പൂട്ടി അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്നു. ഇത് എന്നിട്ടാണ് കേട്ടാ. അയ്യോ സോറി ഇങ്ങനെ പല കാര്യങ്ങളിലും ഞാൻ സോറി ഞാനൊരു കാര്യം തെറ്റാന്ന് വിമർശിക്കപ്പെടുന്നത് കണ്ടാ. നിരുപാധികം മാപ്പ് പറഞ്ഞ് ഞാൻ കീഴടങ്ങാറുണ്ട്. അല്ലാണ്ട് ചേട്ടന്റെ പോലെ വാദിച്ചു നിൽക്കാറൊന്നുമില്ല. നിറച്ച് വെള്ളമാണേ. ഞാൻ ഇങ്ങോട്ട് വന്നേ, ഇന്നലെ മിഞ്ഞാന്ന് അങ്ങോട്ട് വന്നപ്പോൾ ഇതിൽ വറ്റി കിടക്കരുത് വെള്ളമില്ലാണ്ട്. കണ്ടാ, ഇഷ്ടം പോലെ വെള്ളം. ഇനിയിപ്പോൾ ആയിട്ടുള്ള ഒരു കൊതുക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. എല്ലാ കൂത്താടിയിലും അവർ തിന്നോളും ഇല്ലേ? കൂത്താടികൾ ഉണ്ടാവും. കൂത്താടിയില്ലാണ്ട് വെള്ളം കെട്ടി കിടക്കണതല്ലേ. ഒരു 200 ഗപ്പികളിട്ടുണ്ട്. 200 150 അതിലുണ്ടാവും. കുറച്ചുകൂടി കുറയ്ക്കോ? നോക്കിയേ, കാണിച്ചു കൊടുത്ത സ്ഥലത്തെ കൂർക്കകൾ നോക്കി കാണിച്ചു കൊടുക്കും. ഞാൻ പാട്ട് കൊടുത്ത കൂർക്കകൾ നോക്ക്. കൂർക്കകൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. അല്ല, അതും നന്നായി വന്നാൽ മതിയായിരുന്നു. വേര് പിടിക്കും വളട്ട് കൊടുത്തിട്ട്. ഒരു കുഴപ്പമില്ല. ഞാനേ ഇതിൽ എക്സ്പെർട്ടാ. കൂർക്കയില് എന്താ ചേട്ടൻ്റെ പല പണികളും കാണുമ്പോൾ ചേട്ടന് കൃഷിയുടെ ABCD അറിയില്ല എന്ന് തോന്നാറുണ്ട്. അങ്ങനെ തോന്നിക്കും. അപ്പോൾ ചേട്ടൻ ശരിക്കും മണ്ടനല്ല, മണ്ടനായിട്ട് അഭിനയിക്കണതല്ലേ? ഞാനിത് മിക്സ് ചെയ്യട്ടാ.
സരിത ഇത് നീ ഞാനേ ഇത് പൊട്ടിക്കുന്നുണ്ട് അത് നീ പൊട്ടിച്ചോ. നീ ഇതിനെ ആ കൂർക്കി ഈ വളം നട്ട് കൊടുത്ത ഇത് നട്ട് കൊടുത്തോളാം, ഞാൻ മണ്ണിട്ട് തരാം. കപ്പലണ്ടി പിണ്ണാക്ക് പൊടിച്ചത്, വേപ്പും പിണ്ണാക്ക്, വെണ്ണൂറ്. സരിത അതായിരിക്കട്ടെ എന്നാ. ഒരു മിനിറ്റേ. എന്നാ എനിക്ക് ഞാൻ കളക്കാനേ. അല്ല ഞാനേ വല്ലതും എൻ്റെ കണ്ണിയെ പെടാണ്ട് ഇവിടെ ഉണ്ടോ നോക്കിയായിരുന്നു. ഇല്ല, ദേ ജ്യൂസ് അടിക്കണ് വലിയ. അതെ ഇവിടെയല്ലേ. നിനക്ക് ഈ മുടി കേട്ട് നല്ല ഭംഗിയുണ്ട്. ആ താങ്ക് യു. അപ്പോൾ നമ്മുടെ കൂർക്കഥ ഇതിനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇടുന്നത്. ഇത് നല്ല ഹൈറ്റ് വെച്ചു. ഇട്ട് കൊടുക്ക്. ഇങ്ങനെ അകത്തി പിടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്തിരി കൂടുതൽ ഇട്ട് കൊടുക്കുക. ഇത്രശം മതി. ഇത്തിരി കൂടി ഇട്ട് കൊടുക്ക്. അതില് പ്രത്യേക കമന്റ് ഉണ്ട്, സരിത ഇട്ട് കൊടുത്തതൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുള്ളത് കാരണം അതൊക്കെ ഭാഗ്യമുണ്ട്. നീ ഇട്ട് കൊടുക്ക ഇത്തിരി കൂടിയോ? അല്ല വെണ്ണൂറ കൂടുതൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഇനിയില്ല, കൂർക്കി ഒറ്റ പ്രാവശ്യമുള്ളോ ചേട്ടനല്ല. അപ്പൊ അന്ന് പറഞ്ഞ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഒരു വട്ടം കൂടി. അത് ഞാൻ അത് തെറ്റി പറഞ്ഞതാ. ഒറ്റ പ്രാവശ്യം ചെയ്യില്ല. ഇത് ഇപ്പോൾ ഈ സാധനം ഇപ്പോൾ ഒരു 2 ആഴ്ച നമ്മൾ ഇതിങ്ങനെ പടരും. പിന്നെ ഇനി വളർത്തി കൊടുക്കാം. കൂർക്കകളെ എനിക്ക് മാപ്പ് തരൂ. ഒരു മാപ്പും കൂപ്പൊന്നും വേണ്ടത്. ഇത്രയ്ക്ക് ഇട്ട് കൊടുത്തു അത്ര നാശമൊന്നുമില്ല. കണ്ട ഇത് ഇത്രയ്ക്കുള്ള. പിന്നെ കടയ്ക്കൊന്ന് കുറച്ച് നീക്കിയിട്ട് വേണം എപ്പോഴും വളടാൻ. അതൊന്നും വേണ്ട. അതൊക്കെ മറ്റേ രാസവളം നമ്മളാണ് കടയ്ക്കൊന്ന് നീക്കിയിട്ട്. നമ്മൾ ഇടുന്നത് ജൈവവളമാണ്. ഇതിട്ടിട്ട് കുട്ടികൾ നാശമായി പോവുകയാണെങ്കിൽ പോട്ടെ. ജൈവവളവും സ്ട്രോങ് തന്നെയാട്ടാ. ജൈവവളത്തിൽ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ പശുവിൻ്റെ മൂത്രമാണ് സ്ട്രോങ്. അതിട്ട് കൊടുത്ത് അത് കണ്ടപ്പോൾ ചിലപ്പോൾ ചിലപ്പോൾ ഉരുകും. അത് ഈ മറ്റേ നേർപ്പിക്കാണ്ട് പശുവിൻ്റെ മൂത്രം കയ്യോടെ എടുക്കില്ലേ, ഒരു തുണ്ട് പോലും മറ്റേ വെള്ളം ചേർക്കാണ്ട് ഡൈലൂട്ട് ചെയ്യില്ലേ, അങ്ങനെ ആക്കുമ്പോഴാണ് അത് കരിയുക. ഇത് നീ ധൈര്യമായിട്ട് ഇട്ട് കൊടുത്തോ, മഴ പെയ്താൽ മതി, പിന്നെ പ്രശ്നമില്ല. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ നിന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കളക്കട്ടെ. ഇതിപ്പോൾ ഇട്ട് കൊടുത്തില്ലേ, ഇനി സമയമില്ല ഇവർക്ക്. നിങ്ങൾ ഒരുമിച്ചല്ല മണ്ണിട്ട് പോവാ. ഈ ഒരു വരി ഇങ്ങനെ അതന്നെ. നീ ധൈര്യമായിട്ട് ഇട്ട് പോക്കോ. ഈ സമയത്തൊന്നും നമ്മൾ മെയിൻ ആയിട്ടുള്ളൊരു വാക്ക് ധൈര്യമായിട്ട് ചെയ്തു. മറ്റേ കോടീശ്വരിലെ സുരേഷ് ഗോപിയോട് പറഞ്ഞു, സാറ് ധൈര്യമായിട്ട് ചോദിച്ചു ഇല്ലേ. അപ്പോൾ സുരേഷ് ഗോപി സാറ് പറയുന്നുണ്ട്, എനിക്ക് ധൈര്യത്തിന് അങ്ങനെ എന്തോ പറയില്ലേ, എനിക്ക് ധൈര്യത്തിന് കുറവില്ല. ഞാൻ റെഡിയാണ്, സാറ് ധൈര്യമായിട്ട് ചോദിച്ചോ. അങ്ങനെ റെഡിയല്ലേ. കോടീശ്വരൻ പരിപാടിയിലത്തെ ഏറ്റവും വലിയ ഹിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ, ഞാൻ ഒരു ഉത്തരം പറഞ്ഞു. അപ്പോൾ ഉത്തരം പറഞ്ഞിട്ട് ഞാൻ അതിൽ തന്നെ പിടിച്ചേക്കാണ്. അപ്പോൾ ആ ഉത്തരം കറക്റ്റ് ആയിരുന്നു. ഉത്തരം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ സുരേഷ് ഗോപി ബ്രസീലാണ് ഉത്തരം. ഞാൻ ലോക്ക് ചെയ്ത് അർജന്റീനയാണെന്നാണ് എനിക്ക് തോന്നണേ. എന്ന് പറയുമ്പോ അർജന്റീന ഒന്നല്ല, അർജന്റീന ഓപ്ഷനിലില്ല. അത് പറഞ്ഞാൽ മതി, അതിന് ഓപ്ഷൻ നോക്കണമൊന്നുമില്ല ചേട്ടൻ. അതല്ല ഞാൻ പറഞ്ഞത്, അത് വേറെ. അപ്പോൾ സുരേഷ് ഗോപി അത് പറഞ്ഞു ലോക്ക് ചെയ്തില്ലെങ്കിൽ ചോദിച്ചു. ഞാൻ ലോക്ക് ചെയ്തില്ലെങ്കിൽ അപ്പം ലോക്ക് ചെയ്തില്ല, ഞാൻ ലോക്ക് ചെയ്യേണ്ടി വരുന്നു പറഞ്ഞു. അത് ഏഷ്യാനെറ്റ് മെയിൻ ഇതിലിടുന്നതിൽ ഒരു ഇതായിരുന്നു അല്ലേ. സമയം പോയില്ലേ. ഞാൻ പറഞ്ഞ സമയം പോയില്ല, ഇതേ 4 സെക്കൻഡുള്ളൂന്ന് പറഞ്ഞു. ഇത്ര എളുപ്പമുള്ള ചോദ്യം തന്നിട്ടേ 4 സെക്കൻഡ് ബാക്കി വന്നോളൂ. ബാക്കി സാധാരണ ഞാൻ പറഞ്ഞേ എനിക്ക് ഇത്ര എളുപ്പമുള്ള ചോദ്യം തന്നിട്ട് 4 സെക്കൻഡേ ബാക്കി വന്നുള്ളൂന്ന് പറഞ്ഞപ്പോഴേ നാണക്കേടല്ലത്. എന്തൊക്കെയാണ് ഒരു ബാധ കയറിയ പോലെ ഇരുന്നു. ഞാൻ ഇന്നലെ മറ്റേ നമ്മൾ തമ്മിൽ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് കേട്ടോ. അല്ല, ഒരു കമന്റ് കണ്ടു ഇന്നലെ. ഞാൻ നിങ്ങള് കോടീശ്വരൻ നോക്കിയിട്ട് കിട്ടില്ല പറഞ്ഞിട്ട് നമ്മുടെ എപ്പിസോഡ് അത് ഏഷ്യാനെറ്റ് യൂട്യൂബിൽ നിന്ന് റിമൂവ് ചെയ്തു തോന്നുന്നു കോടീശ്വരൻ പരിപാടികൾ. അതേ നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഇപ്പോൾ ഷോ നടക്കണ്ടല്ലോ. എല്ലാവരും വാർത്താ ചാനലിൽ തകർത്ത് എല്ലാവരും ചർച്ചകൾ നടക്കുന്ന ടൈമിൽ ശ്രീകണ്ഠൻ നായർ ചാനലിൽ ആള് കുറെ പണ്ടത്തെ ഹിറ്റ് പരിപാടി നമ്മൾ തമ്മിൽ ആളെ ഏഷ്യാനെറ്റിൽ അവതരിപ്പിച്ചോടം തന്നെയത്. ഒരാളെ പറയാൻ സമ്മതിക്കില്ല. അപ്പം അതില് VS സുനിൽകുമാർ ഇങ്ങനെ കുറേ പേരൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടി ഇട്ടുണ്ട് ഞങ്ങളുടെ കേട്ടോ. അതായത് പണ്ടത്തെ ചാനലിലെ കാര്യം പറഞ്ഞു. അപ്പോൾ 1986 ചാനലിൽ ദൂരദർശൻ 86-85
ദൂരദർശനാണ് മാത്രമല്ലല്ലോ, ദൂരദർശൻ ചാനലിലല്ലോ. ദൂരദർശനിൽ ഇങ്ങനെ ചർച്ച നടക്കും. അപ്പോൾ ചർച്ച നടക്കുമ്പോൾ കാലത്ത് എത്ര മണിക്കാണ് 10 മണിക്കാണ് വരാൻ പറയുന്നത്. 10 മണിക്ക് വരാൻ വന്നിട്ട് എല്ലാവരും വന്നിട്ടുണ്ടാവുന്നു. എല്ലാവരും വന്നിട്ട് എല്ലാവരും ഇരുത്തിയിട്ട് ഒരു പരിശീലനമാണ്. ചർച്ച നടക്കുന്നതിന് മുമ്പേ ഒരു പരിശീലനം കൊടുക്കുന്നു. ട്രയല് എന്തൊക്കെ പറയണം പറയണ്ടെന്ന് ഇന്നാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആൾ പറയാം. അങ്ങനെ കറക്റ്റായിട്ട് ഇടയിൽ കയറി പറയാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ ഉണ്ടാവുന്നു. 50 രൂപയാണ് കിട്ടാന്ന്. അങ്ങനെ കാലത്തോട്ടിട്ട് ഉച്ച വരെ ഈ പരിശീലനമാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് ശരിക്കുള്ള വീഡിയോ എടുക്കാന്ന്. അപ്പം അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ ഞങ്ങൾ ഈ മറ്റേ നിങ്ങൾക്ക് മകൻ ഓഡീഷനിൽ പങ്കെടുക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞങ്ങളെല്ലാവരും റൂമിൽ, ഞങ്ങൾ 10 പേരാണ് ഒരു ഇതിലുണ്ടായിരുന്നത്. 10 പേരെയും കൊണ്ടുപോയിട്ട് റൂമിൽ കൊണ്ടുപോയിട്ട് ഒരാൾ നിർദ്ദേശങ്ങൾ നൽകുകയാണ്. ഇതേപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ ഭയങ്കര എനർജി ആയിരിക്കുന്നത്, മനസ്സിലായില്ലേ? നമ്മൾ ഇങ്ങനെ തണുപ്പം മട്ടിലിരിക്കാൻ പാടില്ല, അങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇതേപോലെ തന്നെ കുറേ നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ശ്രീകണ്ഠൻ നായർ പരിപാടി കണ്ടപ്പോഴാണ് അങ്ങനെ നിർദ്ദേശങ്ങൾ, ഒരു ട്രെയിനിങ്, ഒരു ട്രയലാ എന്നാ പറയുന്നേ, അത് കൊടുക്കുന്നു. മനസ്സിലായിട്ടാ. ബാക്കിയൊന്നും അവിടെ നോട്ടെ, കുഴപ്പമില്ല, എടുത്തേക്കും. അല്ല ഇപ്പം ഞാനിപ്പോൾ എന്തിനാ ഇത് പറഞ്ഞേ, നമ്മളെന്തിനാ ഇതൊക്കെ പറഞ്ഞേ? ചേട്ടാ ധൈര്യമായിട്ട് ഇട്ടോ എന്ന് പറഞ്ഞപ്പോ ഞാൻ അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞു പോയിട്ട് കാട് കയറി ഇവിടം വരെ എത്തി. ഇപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിലത്തെ അമ്മേരെ പണിയാണ് സരിത ചെയ്യുന്നതിട്ടാ. അമ്മയാണ് ഈ വളമൊക്കെ ഇട്ട് തരാൻ. ഞങ്ങൾ കളയ്ക്കും. ഞങ്ങൾ 3 പേരാണ് മെയിനായിട്ട് കൈക്കോട്ട് കളിക്കുന്ന ആളുകൾ കേട്ടോ. ഞാനല്ലേട്ടൻ, ഷാജേട്ടൻ, ഞങ്ങൾ 3 പേരാണ് കൈക്കോട്ട് കളിക്കുന്ന ആളുകൾ. പറമ്പിലത്തെ ബല്യാണ്ട കല്യാണമൊക്കെ വന്നു കേട്ടോ. ബല്യാണ്ട കല്യാണം വരുന്ന ടൈമിലില്ലേ, കല്യാണം വരുന്ന ടൈമിലല്ല, കല്യാണത്തിൻ്റെ ടൈമിൽ ഇവിടെ മുഴുവൻ കൂർക്കയായിരുന്നു, കൂർക്കത്തോട്ടം. ബല്യാണ്ട ടൈമിൽ കല്യാണം, ആ സമയത്ത് കൂർക്കത്തോട്ടം. എൻ്റെ അമ്മയും എന്തോരം ബല്യാണ്ട നവംബർ 7-ാം തീയതി. അപ്പം അമ്മയാണ് വിത്തുകൾ സൂക്ഷിപ്പുകാരി. അതായത് അന്നത്തെ ഈ മണ്ണുത്തി വിൽപ്പന കേന്ദ്രം അമ്മയായിരുന്നു. അമ്മയുടെ കയ്യിലാണ് എല്ലാ വിത്തുകളും സ്റ്റോക്ക് ചെയ്യുക. എല്ലാം ഈ മറ്റേ ഈ ചരക്കേര തോടില്ലേ, വേണ്ട ചരക്കേര തോട്, അതിൻ്റെ ഉള്ളിൽ അമ്മ വിത്തിട്ട് വയ്ക്കും. വിത്തുകൾ പല പല വിത്തുകൾ. അതായത് ഈ നമ്മൾ കൃഷി ചെയ്തുണ്ടാക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു ഇടയിൽ കിട്ടുന്ന വിത്തുകളില്ലേ, പയറിൻ്റെ, വെണ്ടര, എല്ലാത്തിനും വിത്തുണ്ടാവും. തുവര, കുറേ കയ്പക്കായ, അങ്ങനെ എല്ലാത്തിനും വിത്തുണ്ടാവും. അതൊക്കെ അമ്മ സൂക്ഷിച്ച് വയ്ക്കും. അത് ഈ ആ വിത്ത് ശേഖരത്തിൻ്റെ ടൈമാകുമ്പോൾ സൂക്ഷിച്ച് വെച്ചിട്ട് പിന്നെ ഈ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് എല്ലാം എടുത്ത് പുറത്തേക്ക് എടുക്കും. ചിരട്ടൽ അന്നൊന്നും തയ്യും വിത്തും വാങ്ങിക്കണ പരിപാടി ഉണ്ടാവില്ല, ഒക്കെ ഇല്ല, കിട്ടില്ല. അങ്ങനത്തെ വിൽപ്പന കേന്ദ്രം ഒന്നുമില്ല. എല്ലാവരും ഓരോ വീട്ടുകാര് അവരവരെ വീട്ടിലുണ്ടാവുന്ന സാധനം അങ്ങോട്ട് കൈമാറ്റ രീതിയാണ്. ബാർട്ടർ സമ്പ്രദായമാണ്. നമ്മുടെ കയ്യിലുള്ള വിത്ത് അവർക്ക് കൊടുക്കണം, ഇങ്ങോട്ട് കൊടുക്കണം. എല്ലായിടത്തും ബാർട്ടറാണ്. മീൻ കച്ചവടക്കാരൻ വരുമ്പോൾ കോഴിമുട്ടൊക്കെ കൊടുത്തിട്ട് ചാള വാങ്ങിക്കും, അല്ല മീൻ വാങ്ങിക്കും. മനസ്സിലായ? കോഴീനെ കൊടുക്കും. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറ്റ രീതിയായിരുന്നു. ജ്യൂസ് കുടിക്കാൻ പോകില്ലേ? ഇപ്പോൾ മാറി. നമ്മളുടെ ജ്യൂസ് ഉണ്ടാക്കിയ വീഡിയോയില് കുറച്ച് പേര് കമന്റ് ഇട്ടിട്ടുണ്ട്, എന്താ ജഗ്ഗുവിന് ഇത് കൊടുക്കാത്തേന്ന്, നിങ്ങൾ മാത്രം കുടിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ കുറേ വട്ടം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും. അല്ലൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ജഗ്ഗുവിന് ജ്യൂസിൻ്റെ സപ്ലൈ ഉണ്ട്. നമ്മളുടെ ജ്യൂസ് പോലെയല്ല, നമ്മളുടെ കയ്യിൽ ചേർക്കണതിനേക്കാളും കുറച്ചും കൂടി ഐറ്റംസ് കൂടുതലുണ്ട്. പിന്നെ പാലിലാണ് അവിടെ അടിക്കുക. നമ്മൾ പാലിൽ നമുക്ക് ഇല്ലാണ്ടല്ല, പാല് ഞങ്ങൾക്ക് 2 പേർക്കും പാല് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് അടിക്കണം കേട്ടോ. അപ്പോൾ അവൻ്റെ ഇപ്പോൾ ജ്യൂസ് കുടിക്കാൻ ചെന്നില്ലെങ്കിൽ അവിടെ നല്ല ചേട്ടൻ്റെ ഫോൺ വരും. ഇതുവരെ ചോദിച്ചിട്ട് ഒരു ചീത്ത പറഞ്ഞിട്ട് അല്ല ചേട്ടൻ ഒരു ഫോൺ വരും. പിന്നെ ജ്യൂസ് കൊടുക്കാൻ നോക്കിയാൽ പിന്നെ വേണ്ട, പിന്നെ അവിടെ നിന്ന് കുടിച്ചാൽ മതി. അല്ല, അവന് അവിടെ നിന്ന് രാവിലെ കുടിക്കും, പിന്നെ വീണ്ടും നമ്മൾ രാവിലെ തന്നെയല്ലേ ഉണ്ടാക്കണേ. ഇനിയിപ്പോൾ അവന് ക്ലാസ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ച തിരിഞ്ഞ് വരുമ്പോഴേ അപ്പം വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം അല്ലേ? സൗണ്ട് കേട്ട് തുടങ്ങി. അല്ലാണ്ട് സൗണ്ട് കേട്ട് തുടങ്ങി. അല്ല ചേട്ടൻ കളിക്കാൻ ഇറങ്ങിയില്ലേ? പാട്ട് കേട്ടില്ലല്ലോ അല്ലേ? കാലത്ത് തന്നെ കേൾക്കാം അവിടെ നിന്ന് ഇങ്ങനെ ഉറക്ക പാട്ട്. അപ്പം അറിയാമല്ലോ ചേട്ടൻ ഇന്ന് പറമ്പിലിറങ്ങിയിട്ടുണ്ടെന്ന്. ഈ സെറമണി മണിട്ട് കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്ക് ചെണ്ടുമല്ലി നടാം. എൻ്റെ പിന്നിൽ കണ്ട ഈ സാധനം കണ്ടത് നമ്മുടെ ഇതാണ് കേട്ടോ, നമ്മുടെ മറ്റേ സാധനം എന്താ പറയാൻ, മധുരക്കിഴങ്ങ്.
അത് ചേമ്പിന് മണ്ണിടാറായി തുടങ്ങിയിട്ടാ. എല്ലാവർക്കും മണ്ണിടാറായി തുടങ്ങി. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഓറഞ്ച് അലർട്ടാണ് ഇരുന്ന് തൃശ്ശൂർ. മഴ എന്ന് പറഞ്ഞ സാധനം പെയ്തിട്ടില്ല. നമ്മുടെ ഇവിടെയും പെയ്യാത്ത വേറെ സ്ഥലങ്ങളിൽ പെയ്തുണ്ടാവും. നമ്മുടെ അവിടെ പെയ്യാത്ത അല്ല, ഞാനങ്ങനെ വിചാരിക്കും. ചേട്ടാ ഇവിടെ ഈ തെങ്ങിൻ്റെ കടയ്ക്ക് നിന്നോടുന്ന ആ മണി പ്ലാന്റ് പോലത്തെ ഇതില്ലേ, മധുരക്കിഴങ്ങിൻ്റെ, നമ്മുടെ തങ്കാൻ്റെ തന്നിട്ടുള്ളത് കംപ്ലീറ്റ് ആയിട്ടും പോയാ? അത് ഉണ്ടോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തങ്കാൻ്റെ കയ്യിൽ നിന്നും അത് പോയി. ഈ വക സാധനങ്ങളെ അല്ല, ഒരു തണ്ട് കിട്ടിയാ മതി. ഇതൊക്കെ അതന്ന് വലിച്ചു കളഞ്ഞപ്പോ ഫുള്ളായിട്ടും പോയാ. അത് വള്ളിച്ചീരയിലും നമ്മുടെ കയ്യിൽ നിന്ന് പോവും. നമ്മുടെ കയ്യിൽ മറ്റേ പച്ച വള്ളിച്ചീരിൻ്റെ ആയിരുന്നല്ലോ, അത് പോയില്ലേ ഓരോന്ന്. അതങ്ങനെയാണ്, നമുക്ക് പിന്നത് അന്വേഷിച്ചാൽ കിട്ടൂല. അതിന് പിന്നെ വിത്ത് വീണ് മുളയ്ക്കണ കാരണം കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ മുളച്ച് കിട്ടും. പച്ചക്കില്ലോ തണ്ട് കംപ്ലീറ്റ് ആയിട്ടും മഴക്കാലത്ത് ചീഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. അതന്നെ. ശരിതാ, ഒരു കാര്യം ഇതിൽ നിന്ന് പിടിച്ചിട്ടേ ഇതിങ്ങനൊരു പരിപാടി എൻ്റെ അമ്മയ്ക്ക് കാണിച്ചു തരാം. അന്ന് മറ്റേ സാധനം മതി. ഇതെടുക്ക്, കയ്യിൻ്റെ ഉള്ള ആ സാധനം എടുക്ക്, ഞാൻ കാണിച്ചു തരാം. ഗ്ലൗസ് വേണം. ഗ്ലൗസും ഒന്നും വേണ്ട. അതെ, കാണിച്ചു തരാം. ഇത് നിൽക്കേ, ഒരു അവിടെ കറക്റ്റായിട്ട് നിൽക്കണേ. അല്ല, ഒരു മിനുക്ക് പണി ചിലത് മാത്രമല്ലോ കുഴപ്പമുള്ളത്. ഒരു മിനുക്ക് പണി ചെയ്യാം. കടയ്ക്ക് ശരിക്കും വേണ്ട, മഴ പെയ്ത് കഴിഞ്ഞത് കവർ ചെയ്ത് പോവും. അത്രയല്ല, വേണമെങ്കിൽ വെറുതെ തമാശയായിക്കൊന്ന് വെറുതെ നിൽക്കണ്ടെങ്കിൽ. ഇതിലെന്തൊരു തമാശാല. ഞാൻ നമ്മുടെ തൃശ്ശൂർക്കാരെ ചില വർത്താനായിട്ട് പറയുമ്പോഴേ, ഞങ്ങൾ നാളെ പറയണേ ജയറാമിൻ്റെ സിനിമ, മോഹൻലാലിൻ്റെ സിനിമ ഉണ്ടല്ലോ, തൂവാന തുമ്പിലാണ്ടോ, അതിൽ മോഹൻലാൽ തൃശ്ശൂർക്കാരെ ഭാഷയാണ് സംസാരിക്കുന്നില്ല. പക്ഷേ ഇമോഷൻ സംസാരം വന്നൂല്ലോ ലാസ്റ്റൊക്കെ. അപ്പോൾ തൃശ്ശൂർക്കാരെ ഭാഷ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ അല്ല, അല്ലെങ്കിലും അതുപോലെ അല്ല ശരിക്കും. അല്ല, തൃശ്ശൂർക്കാരെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ തൃശ്ശൂർക്കാരെ സ്ലാങ് ഇമോഷനിൽ ഇങ്ങനെ സംസാരിക്കുക, അതന്നെ രസം ഉണ്ടാവില്ലേ? ഒരു രസമില്ല. നമുക്ക് സങ്കടം വരുമ്പോൾ നമ്മളെങ്ങനെ സംസാരിക്കുക? അതെങ്ങനെ സംസാരിക്കുക? സിനിമയിലത്തെ നാടകത്തിലത്തെ കാര്യമല്ല പറഞ്ഞേ, ഒറിജിനൽ ജീവിതത്തിൽ നമ്മളെങ്ങനെ സംസാരിക്കുക? അതാ ഞാനും ആലോചിക്കണേ. കഴിഞ്ഞു കേട്ടോ, നമുക്ക് അങ്ങോട്ട് പോവാം. ഇതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെയാണ്. മതി, അത് വെറുതെ മതി. ഏകദേശം കൂർക്ക ദൈവങ്ങൾ കാക്കുമോ ശപിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം. അത് ഉണ്ടാവും. കഴിഞ്ഞ കൊല്ലം ഉണ്ടായില്ലോ. കഴിഞ്ഞ കൊല്ലം പക്ഷെ ഇത്ര നേരത്തെ നമ്മൾ വളർത്തിട്ടില്ലേ മോനെ. ഇത് രണ്ടെടുത്തോ? ഏത് രണ്ടും? നടാൻ പോണേ? എവിടെ നടാൻ പോണേ? പുല്ല് ചെത്താൻ പോവാ. നമ്മുടെ കമ്പോസ്റ്റ് കുഴിയിൽ നോക്കിയാ. എന്നാ പിന്നെ നമുക്ക് ചക്കകളെ ഇവിടെ ഇങ്ങനെ രണ്ടുപേരായിട്ട് ഇങ്ങനെ നട്ടൂടെ? അപ്പറ നടക്കണ വഴിയിൽ അപ്പറ. അത് മതിയാ? ഉണ്ടാവോ? ഉണ്ടാവില്ലേ? ഉണ്ടാവോ? എനിക്കറിയില്ല കേട്ടാ, ആലോചിച്ചിട്ട് ചെയ്താൽ പിന്നെ എൻ്റെ തലയിൽ കുറ്റം വെക്കരുത്. ഞാൻ ഇവിടുത്തെ വല്ല കാര്യങ്ങളും നിന്റെ തലയിൽ വെക്കാറുണ്ട്. ഈ ഉണ്ടമല്ലി ഇവിടെ നട്ടുണ്ടല്ലോ, അപ്പൊ എന്താ ചെയ്യാ? അവിടെ ഉണ്ടമല്ലി നട്ടൂലേ? ഇതെപ്പോ അതില് ബാക്കിണ്ടായിരുന്നു നട്ടതാ. നമുക്കൊരു തോട്ടം പോലെ ആക്കിയാൽ പിന്നെ വേണമെങ്കിൽ ഞാൻ വാങ്ങിച്ചുകൊണ്ടിരാം 2 സൈഡിൽ നടാനായിട്ട്. ഇപ്പോൾ അവിടെ ഒരു തടം പോലെ ആക്കാം. വാ, നമ്മളെ മത്തനാണത്. മത്തൻ ഇത് കാട് പിടിച്ചൂടെ? കണ്ടാ, ഇവിടെ കാട് പിടിച്ചു. ഒരു മത്തൻ കുത്തി കുമ്പള നമ്മളെ ഇവിടുത്തെ ആദ്യം ഇവിടുത്തെ പുല്ല് ചെത്തലാണ് എൻ്റെ പണി. പുല്ല് ചെത്തിയിട്ട് ഇവിടെ നടാൻ ചെറ്റാണ് വിചാരിച്ചുകൊണ്ട്. ഇതിൻ്റെ അടിയിൽ പൈപ്പുണ്ട് സരിതാ. അയ്യോ, കണ്ടാ പൈപ്പ് അടിയിൽ പെട്ടുപോയി. എൻ്റെ ദൈവമേ, വല്ലാണ്ട് ഇങ്ങോട്ട് വാടപ്പുല്ലേ, ഇങ്ങോട്ട് വാടപ്പുല്ലേന്ന് പറയും. മറ്റേ ഇതാ കമ്പോസ്റ്റിൽ വന്നിട്ടെ, അതൊക്കെ ശരിയാവും. നമ്മൾ ഇപ്പോൾ ആ കമ്പോസ്റ്റ് നിറഞ്ഞു. ജഗുവിന് യൂണിഫോം തയ്ക്കാൻ കൊണ്ടുപോയി. അപ്പോൾ ടൈലറിങ് ജോണിയേട്ടെന്ന് പറഞ്ഞ ആളവിടേക്കാണ് പോയത്. ആള് പണ്ടത്തെ ടൈലർ, ഇപ്പോഴത്തേനും ടൈലർ തന്നെ. പണ്ട് നമ്മുടെയൊക്കെ ജോണിയേട്ടൻ ജോണിയേൻ്റെ അവിടേക്ക് തയ്ക്കാൻ പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമല്ലേ. ആൾ ഈ പഴഞ്ചമായിട്ടുള്ള തയ്പ്പണേ ഭയങ്കര പുഴക്കമെന്ന് പറഞ്ഞ് അമ്മ പറയും.
നല്ല പുഴക്കത്തിൽ തയ്പ്പിച്ചോളാൻ പറയും. പുഴക്കതെന്ന് പറഞ്ഞാൽ ലൂസായിട്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഷർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോണിയാണെന്ന് വെച്ചാൽ ആ തുണി ഉണ്ടെങ്കിൽ മുഴുവനായിട്ട് അത് ആ പുഴക്കത്തിലാണ്ട് തയ്ക്കും. ഒരു തുണി പോലും അമ്മ കളയാൻ സമ്മതിക്കും. അമ്മ പറയും കളയണ്ടെന്ന് പറയേ. അപ്പോൾ കൊടുത്ത തുണി കൊണ്ട് ഷർട്ട് തയ്ക്കുക. അളന്നിട്ടുണ്ടാവും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിടുന്ന ഷർട്ട് ചിലപ്പോൾ ചെറിയാണൊക്കെ ഇടാൻ പറ്റും. അന്ന് കുഞ്ഞിതായിരിക്കുന്ന ടൈമിലുള്ള ഇത്തിരി വലിയ ആളുകൾക്ക് ഇടാൻ പറ്റും. അപ്പോൾ അത് തന്നെ അവിടെ തയ്ക്കാൻ ഇഷ്ടമില്ല. ജോണിയുടെ അവിടെ തയ്ക്കാൻ ജോണിയേട്ടന് 78-80 വയസ്സതിൻ്റെ കാരണം വെച്ചാൽ അച്ഛനേക്കാളും ഒരു 5-6 വയസ്സിന് താഴെ ഉണ്ടാവുള്ള വയ്യ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അന്ന് നമ്മൾക്ക് ഈ തയ്ക്കാൻ കൊടുക്കുന്നത് ഇവിടുത്തെ പുതിയ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള സിദ്ധാർത്ഥേട്ടൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കാനാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ 50 കൊല്ലങ്ങൾക്ക് മുമ്പ് തയ്ക്കാനായിട്ട് ജോണിയുടെ അവിടേക്ക് കൊണ്ടുപോയിരുന്നു. 50 കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ ജഗ്ഗുവിന് തയ്ക്കാനായിട്ട് ഞാൻ ആളെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്, ടൈലറും ജോണിയുടെ അടുത്തേക്ക്. അപ്പോൾ ഈ ജഗ്ഗുവിൻ്റെ ഈ +1 ഈ പാൻറ് ഷർട്ടേ അല്ലാന്ന് കാലേ സ്കൂളിൽ പഠിക്കുമ്പോൾ കൊണ്ടു കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ. അതെ, സ്കൂളിൽ പഠിക്കുമ്പോൾ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അല്ലാന്ന് എത്ര കൊല്ലത്തെ പഴക്കണ്ടെന്ന് പറയാം. ആ ടൈലർമാരെ അങ്ങനെ പെട്ടെന്ന് നിർത്തില്ല അല്ലേ അവരുടെ ജോലി, അവരങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. ഞങ്ങൾ കഥ എഴുതി വന്നൊരു ടൈലർ കഥയാണ് കേട്ടാ. ഒരു സിനിമ എഴുതി വന്ന ടൈലർ കഥയാണ്, ജോണിയുടെ കഥയല്ല. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ ഇവിടെ വേലായുധേട്ടൻ്റെ വീടുണ്ട്. TV വാങ്ങിക്കുന്ന കാലം വേലായുധേട്ടൻ പട്ടാളത്തിലായിരുന്നു. അപ്പോൾ ആൾക്കിരുന്ന് കാണാനായിട്ട് വീട്ടിൽ TV വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് അന്തോണിയുടെ വീട്ടിൽ TV ഉണ്ട്, വേലായുധേട്ടൻ്റെ വീട്ടിൽ TV ഉണ്ട്. പിന്നെ ഈ വശത്ത് കളർ TV ഇട്ടാ. അപ്പോൾ ദൂരദർശനുള്ള പരിപാടികളൊക്കെ വരുമല്ലോ. ഏതാ കൊല്ലം? രാമായണം ഒക്കെ വന്ന ടൈമിൽ പണ്ട് ആ സമയത്ത്. പിന്നെ 90 കാലഘട്ടം. അതിനും തൊട്ട് മുമ്പ്, അതിൻ്റെ തൊട്ടടുത്ത്. പിന്നെ ചെമ്മൺ ലാസറേൻ്റെ അവിടെ TV ഉണ്ട്. അങ്ങനെ കുറേ അവിടെ ഇവിടേക്ക് ആയിട്ടുള്ള TVകളുണ്ട്. അപ്പോൾ അന്തോണിയുടെ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും കയറി ഇങ്ങോട്ട് കാണാം. അകത്ത് ഹാളിലാണ്ട് അന്തോണിയേട്ടൻ കസാരയിൽ കണ്ടിരിക്കും. അന്തോണിയുടെ ചേടത്തിയാരുണ്ട്. ചേടത്തിയാർ ആ കട്ടിലുമ്പോൾ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അപ്പോൾ നാട്ടിലത്തെ എല്ലാവരും ഈ ഹാളിൽ ആ വീട് കണ്ടില്ല, അന്തോണിയുടെ വീട് കണ്ടില്ല. അന്തോണിയുടെ ഇപ്പോൾ മരിച്ചു പോയി. അന്തോണിയുടെ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഒരു 101 വയസ്സായാനെ. അന്തോണിയുടെ കഴിഞ്ഞ കൊല്ലം മരിച്ച ആള് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ചിത്രഗീതം ആ പരിപാടിയില്ലേ 8:30 നേരത്തെ, അത് കാണാനിരിക്കുന്നത് കേട്ടോ. ഞാൻ അത് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ വേലായുധേട്ടൻ ഹിന്ദി സംസാരിക്കും. ഹിന്ദി മലയാളം കൂട്ടിച്ചേർത്തിട്ടാണ് ആൾ സംസാരിക്കുക. പട്ടാളത്തിലായിരുന്നു ആളൊക്കെ മരിച്ചു പോയിട്ട് കുറേ കൊല്ലങ്ങളായി. അപ്പോൾ ആളെ വീടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറയുണ്ട്. ഇതിപ്പോൾ എറയാം. ഈ അറയത്ത് കസാരയിട്ട് ആളിരിക്കും. അപ്പോൾ അറയത്തിൻ്റെ ഇവിടെ ഒരു ജനലുണ്ട്. ഈ ജനലിൻ്റെ ഉള്ളിൽ ആ ഹാളിൻ്റെ ഉള്ളിലാണ് TV വെച്ച് കൊടുത്തത്. അപ്പോൾ ഈ ജനലിൻ്റെ ഉള്ളിലൂടെയാണ് ആൾക്കുള്ള വ്യൂ. ഉള്ളിലേക്ക് ആർക്കും കടക്കാൻ പാടില്ല. അതായത് റോട്ടിലൂടെ നടന്ന് പോണവരൊക്കെ വന്നിട്ട് മറ്റേ മധുമോഹൻ്റെ സീരിയലൊക്കെ ഇല്ലേ, അതൊക്കെ കാണുന്നത് ഇവിടെ നിന്നിട്ട് ആ വൈകുന്നേരം ഒരു 6 നേരത്ത് മധുമോഹൻ്റെ ആ മ്യൂസിക് കേട്ടില്ല, ഇതൊക്കെ നിന്ന് കാണുന്നത്. വഴിയിൽ റോട്ടിയോടെ പണി കഴിഞ്ഞ് പോണ പെണ്ണുങ്ങളും എല്ലാവരും വന്നിട്ട് ഇവിടെ വന്നിട്ട് ഒരു നോട്ടണി. അവർക്ക് എല്ലാവർക്കും വ്യൂ ഈ മരത്തിൻ്റെ ജനലിൻ്റെ അതിൻ്റെ ഉള്ളിയോടെ മാത്രമാണല്ലോ. വേലായുധേട്ടൻ മാത്രം ശരിക്ക് കറക്റ്റായിട്ട്. അപ്പോൾ പിന്നിലിരിക്കും. അപ്പോൾ ഈ ജോണിയേട്ടനാണ് നമ്മുടെ ടൈലർ ജോണിയേട്ടനാണ് വേലായുധേട്ടൻ്റെ സന്തത. ഈ വർത്താനം പറഞ്ഞില്ലേ, ജോണിയേട്ടന് കുറേ ഭാഷകൾ അറിയാം. ആൾ പുറത്തൊക്കെ ബോംബെയിൽ ഇവിടെയൊക്കെ പോയില്ലാനും ഇവർ രണ്ടുപേരും ഹിന്ദിയിൽ സംസാരിക്കാൻ അങ്ങോട്ട് കിടും. ആർക്കൊരു ചുക്ക് മനസ്സിലാവില്ല. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, വേറെ ആളുകളും വന്ന് ഇങ്ങനെ ശല്യം ചെയ്യണതൊന്നും, അതായത് ഹിന്ദി വാർത്ത കാണുമ്പോൾ ആൾക്ക് ശാന്തമായിട്ട് കേൾക്കണം. ഹിന്ദി വാർത്ത 8:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ 8:35 കഴിഞ്ഞാൽ ഡൽഹി റിലേ ചെയ്യുമ്പോൾ ഹിന്ദി വാർത്തയാണല്ലോ വരെ മറ്റേ ദൂരദർശനിൽ. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇവിടുത്തെ അന്തോണിയാണ്ട് അവിടുത്തെ തിക്കും തിരക്കും കഴിഞ്ഞിട്ട് എല്ലാവരും പോകും വീടുകളിലേക്ക്. അപ്പോൾ നമ്മുടെ സലവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്, നമ്മുടെ കൂട്ടുകാരൻ സലവൻ അവിടെ നിന്ന് അന്തോണിയുടെ വീട് അപ്പുറത്ത്, വേലായുധൻ്റെ വീട് തോടിൻ്റെ അപ്പുറത്ത്. ഇങ്ങനെ നടന്ന് ഇങ്ങനെ വന്നിട്ട് സലവനും വേലായുധൻ്റെ അടുത്ത് ജോണിയാൻ്റെ അടുത്തും. ജോണിയാൻ്റെ ഹിന്ദി അറിയാം, വേലായുധൻ്റെ ഹിന്ദി അറിയാം. സലവന് മലയാളം തന്നെ അറിയില്ല കേട്ടോ. സലവൻ ഈ തിന്നാമ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു 8:45 ഇപ്പം ഇങ്ങനെ ഇന്ന് കാണാത്ത. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വേലായുധൻ്റെ ഡയലോഗ് ഇതിങ്ങനെയുണ്ട്. വേലായുധൻ ഇങ്ങനെ തിരിയിട്ട് അങ്ങനെ കസാരയിൽ കസാര ഉണ്ടെങ്കിൽ ഇരുന്നിട്ട്
തനിക്ക് വല്ലതും മനസ്സിലായോടോ? അപ്പോൾ സലവൻ ഇല്ല. പിന്നെ എന്തുട്ടു ഞാൻ ഇവിടെ നിൽക്കണത്? അപ്പോൾ സലവൻ ഞാൻ പോവാനി എന്ന് പറഞ്ഞിട്ട്, അല്ലാന്നേ ഇവർക്ക് രണ്ടുപേർക്ക് ഹിന്ദി കാണാൻ അധികാരമല്ലോ. ഹിന്ദി വാർത്തകൾ മനസ്സിലാവില്ലെങ്കിലും കാണാൻ പാടില്ലല്ലേ? ഹേയ് ഇവർക്ക് എന്തൊരു തേങ്ങ മനസ്സിലായിരുന്നു. അല്ല അങ്ങനത്തെ ആ ജോണിയേട്ടൻ എന്നിട്ട് പിന്നെ ഇവർ അത് കഴിഞ്ഞിട്ട് വാർത്ത കഴിഞ്ഞിട്ട് പിന്നെ രണ്ടുപേരും എന്നിട്ട് ഹിന്ദി അങ്ങോട്ടും ഇങ്ങോട്ട് ജാതി വർത്താനം അങ്ങോട്ട് ഇങ്ങോട്ട് ഇരുന്നിട്ട് ഒരാൾക്ക് മനസ്സിലായി, വീട്ടുകാർക്ക് ഒരു ചുക്ക് മനസ്സിലായി. ആ ജോണിയേട്ടൻ ഇപ്പോഴും ഉണ്ട്. വേലാചേട്ടൻ മരിച്ചിട്ട് ഒരു 10-20 കൊല്ലമായി തോന്നുന്നുണ്ട്. വേലാചേട്ടൻ മീൻ പിടിക്കാൻ വരും കേട്ടാ. തമാശ അതല്ല. ഒരു കാര്യം, ജഗുവിൻ്റെ സ്കൂളിൽ നിന്ന് യൂണിഫോം തന്നപ്പോൾ തയ്ക്കേണ്ട പാറ്റേൺ അവർ ഒരു പ്രിൻ്റ് ഔട്ടും കൂടി ഒപ്പം തന്നു. തയ്ക്കേണ്ട വിധം പോയിൻറ്റ്സ് ആയിട്ട് ഇങ്ങനെ 1-2 നമ്പർ ഇട്ടിട്ട് ഷർട്ട് തയ്ക്കേണ്ട വിധം, അതിൻ്റെ ലോഗോ ഒരു എംബ്ലം തന്നിട്ടുണ്ട് സ്കൂളിൻ്റെ, അത് പോക്കറ്റിൽ വെക്കേണ്ടത്, അങ്ങനെ എങ്ങനെ തയ്ക്കേണ്ടത്, ഏത് കളർ ബട്ടൺ വെക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ഇംഗ്ലീഷിൽ ഇങ്ങനെ പോയിൻറ്റ്സ് ചെയ്തേക്കാട്ടാ. അപ്പോൾ തയ്ക്കാൻ കൊടുത്ത് വിടുമ്പോൾ ഞാൻ പറഞ്ഞേ, അയ്യോ ഇത് ഇംഗ്ലീഷിലാണല്ലോ, ജഗ്ഗു ഇതൊക്കെ വായിച്ച ആൾക്ക് കൊടുത്തോളോ, കാരണം പ്രായമായിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം, വായിക്കാൻ അറിയുമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോഴാണ് ചേട്ടൻ എന്നോട് പറയുക, ആൾക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഇത്യാദി എല്ലാ ഭാഷകളും അറിയാമെന്ന്. അതുകൊണ്ട് ആ കാര്യം ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ അതുപോലെ തന്നെ തയ്ക്കാൻ കൊടുത്ത് വന്നപ്പോൾ ജഗ്ഗു പറയാം, അതൊക്കെ വായിച്ചിട്ട് ആൾ ഇങ്ങോട്ട് പറഞ്ഞെന്ന് തോന്നുന്നു. ജോണിയേട്ടൻ അപ്പോൾ ഈ നമ്മുടെ ഇതിലെങ്ങനെ തോട് പോയിട്ടുണ്ട്. അപ്പോൾ വർഷകാലമാകുമ്പോൾ ഈ സമയമാകുമ്പോൾ ഈ തോട്ടിലൊക്കെ മീനുകളുണ്ടാവും. ഇന്നത്തെ പോലെയല്ല, പണ്ട് കണ്ടമാനം മീനുകളാണ്, പല ടൈപ്പ് മീനുകളുണ്ടാവും. അപ്പോൾ വേലാചേട്ടൻ റിട്ടയേർഡ് മറ്റേ ഇതാണല്ലോ, പട്ടാളത്തിൽ നിന്നല്ലോ. അപ്പോൾ ആൾക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആളെ സുഖജീവിതം മദ്യം കിട്ടും, എല്ലാം കിട്ടും, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പോൾ ആൾക്ക് നേരം പോക്കിനെന്ന് വെച്ചാൽ ആൾ ചൂണ്ടയും കൊണ്ട് വരും, ചൂണ്ടലിടാൻ വരും. അപ്പോൾ തോട്ടിൽ ഇങ്ങനെയുണ്ട് അരിയൊക്കെ പറിച്ച് ഒക്കെ ആളെന്നെ ചെയ്യും. എന്നിട്ട് ഇങ്ങനെ ചൂണ്ടിടാൻ നിൽക്കും. അപ്പോൾ നമ്മുടെ ഭാഗ്യം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഭാഗ്യ കുമ്പിളിയുള്ളത്, അവരിപ്പോൾ ഇവിടെ നിന്നല്ല, യൂണിയനിലാണ് അവനും ചൂണ്ടിടാൻ വരും. അവനെ ചൂണ്ടിടുമ്പോൾ ഒരു വിദഗ്ധനവൻ, അതായത് അവന് മീനെ എങ്ങനെ കൊത്തി കഴിഞ്ഞാൽ വലിക്കണം എന്നൊക്കെ കറക്റ്റായിട്ട് അറിയാം. അപ്പോൾ എല്ലാവരും ഈ ഭാഗ്യനും ചൂണ്ടിടുമ്പോൾ പിള്ളേരുകളായി ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയേക്കും. ഭാഗ്യനാണ് ചൂണ്ട ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വലിക്കുമ്പോഴേക്കും അപ്പം മീൻ കിട്ടും. ദൂരെ ഭാഗ്യൻ മീൻ വേലാതിട്ട മറ്റേ ആ സിനിമയിൽ സിനിമയിൽ ഒരു പരസ്യം കണ്ടില്ലേ, ഒരാള് ഈ ഫെവിക്കോളിന്റെ പരസ്യത്തില് അതിന്റെ പരസ്യത്തില് ഒരാള് ഒരു ഗ്രാമീണൻ ചൂണ്ടിടാൻ നിൽക്കണു. ഒരു ഭയങ്കര ഒരു ഡിഗ്നിറ്റിയിലെ ഭയങ്കര ഡിമാൻഡുള്ള ഒരാള്, ഡിമാൻഡല്ല ഒരു പരിഷ്കാരിയായിട്ടുള്ള ഒരാൾ ചൂണ്ടിടാൻ നിൽക്കണു. ഇയാൾക്ക് അപ്പടി കിട്ടണു, ഇയാൾക്ക് ഒന്നും കിട്ടില്ല. അപ്പം ഇങ്ങനെ നോക്കണു. അതേപോലെയാണ് കേട്ടാ. വേലാചേട്ടന് ഒറ്റെണ്ണം കിട്ടണില്ല. ഇവനങ്ങോട്ട് ഓരോന്ന് വലിക്കുമ്പോൾ എല്ലാവരും ആർത്ത് വലിക്കുകയാണ്. ഓരോ മീൻ കിട്ടുമ്പോഴും ഭാഗ്യൻ്റെ മറ്റേ ഡവറയിൽ വെള്ളം നിറച്ചിട്ട് അതിൽ മീൻ ഇട്ടുണ്ട്. അതിൽ നിറഞ്ഞു തുടങ്ങി. വേലാചേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ വേലാചേട്ടൻ നോക്കുമ്പോൾ ഭാഗ്യം പറയാ, നല്ല കാലത്ത് ഈ പട്ടാളത്തിൽ പോയി കിടന്നിട്ടല്ലേ മര്യാദയ്ക്ക് ചൂണ്ടിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടില്ലെന്ന്. അത് പഠിക്കണമെന്ന് നല്ല കാലത്തിലേ ഭാഗ്യം പറഞ്ഞ ഡയലോഗാണ്. അപ്പൊ ആളെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവല്ലോ തിരിച്ച്? ആളൊന്നും പറഞ്ഞില്ലേ, വേലാചേട്ടൻ പാവാ. ആളിങ്ങനെ വെറുതെ രസം, നമ്മളെല്ലാവരുടെയും വർത്താനം പറയും നല്ല രസമായിട്ട്. ആള് പിന്നെ പട്ടാള വിശേഷങ്ങൾ പറയാം. ചെണ്ടുമല്ലി നട്ടിട്ടില്ലേ, വെയിലായി തുടങ്ങി കഥ പറയാൻ നിന്നിട്ട്. അതന്നെയാണ് ഞാൻ ചെണ്ടുമല്ലി. എനിക്കിത് ഈ പൈപ്പ് ഇവിടെ നിന്ന് മാറ്റണേ. ഇതവിടെ അതിൻ്റെ എൻ്റെ അതിൻ്റെ അറ്റ എവിടെയാണോ വലിച്ച വിടൂ? ഇല്ലേ വിടില്ലേ. ഞാനിത് ഈ ഇതണ്ട നമ്മുടെ മറ്റേ സാധന മധുരക്കിഴങ്ങിൻ്റെ വള്ളികളാ. ഇത് ചിറ്റി പിടിച്ച കാരണം ഇത് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ചുക്കൂല്ല. മധുരക്കിഴങ്ങ് നട്ടുണ്ട്. മധുരക്കിഴങ്ങൊന്നും ആർക്കും വേണ്ടെന്നാ. എനിക്ക് ഡയറ്റ് പ്ലാൻ തന്നേലും മധുരക്കിഴങ്ങ് ഇട്ടിട്ട് എല്ലാ ദിവസം കഴിക്കാൻ ചേട്ടാ. നിനക്ക് എന്തൊക്കെയാ ഫുഡിൽ പറഞ്ഞു പോണത്? അയ്യോ ഒരു വലിയൊരു ചാർട്ട് തന്നിട്ടുണ്ട്. നീ ക്യാമറ ഓഫ് ആക്കിക്കോ, അല്ലേ കഥ പറയല് മാത്രം നടക്കുള്ളൂ, പണി നടക്കില്ല. ക്യാമറ ഓഫ് ആക്കിയല്ലേ പണി നടക്കുള്ളൂ. പറഞ്ഞോ, ഞാൻ കളിച്ച് ഇത് ശരിയാക്കിയുണ്ട്. ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടുത്തെ പുല്ലല്ലേ ഇവിടെ നിറയെ. പറഞ്ഞു എന്നിട്ട് ഡയറ്റിന് നിനക്ക് എന്തൊരു ഭക്ഷണത്തിൻ്റെ രീതി ആളുകൾ കേൾക്കട്ടെ. അത് എനിക്ക് കാണാണ്ടറിയില്ല. അത് ഇന്നലെ മെയിൽ ചെയ്തിട്ടുണ്ട്. ഞാനത് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിയുള്ളൂ. ഞാൻ കാണിച്ചു തരാൻ ചേട്ടന്. ദിവസം കോഴിയിറച്ചി കഴിക്കണം. ജിമ്മിന് 100 ഗ്രാം കിച്ചൺ സ്കെയിൽ വാങ്ങിച്ചു വയ്ക്കണം. നമ്മുടെ വീട്ടിലൊരെണ്ണം ഉണ്ട്, അത് വർക്കാവുണ്ടാവോ?
എല്ലാത്തിനും അളവുണ്ട്, അത് മരുന്ന് കഴിക്കാൻ പാടുള്ളൂ. ആരെ പറഞ്ഞില്ല നീ ഈ ജിമ്മിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു. ഞാൻ ജിമ്മിന് പോണ തടി വെക്കാനോ തടി കുറയ്ക്കാനോ ഒന്നല്ല കേട്ടാ, വെറുതെ ഒരു ഫിറ്റ്നസ്, എന്താ പറയുക, എക്സസൈസുകളൊന്നും ചെയ്യണില്ലല്ലോ. കാലത്ത് നേരത്തെ എണീറ്റ് ചേട്ടൻ്റെ കൂടെ യോഗയൊക്കെ ചെയ്യണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു ശരിക്കും. അത് ചെയ്യണില്ലല്ലോ, അത് കാരണം കൊണ്ട് ആണ് പോണേ. നല്ലതാട്ടാ, രസാ, നേരം പോക്ക അവിടെ. നിങ്ങളുടെ ജിംനേഷ്യം ഒരു ദിവസം കാണിച്ചു തരാം. ഞങ്ങള് ഒരു ദിവസം പോയില്ലല്ലോ, എന്നാ പോവാ ഞാൻ മിനിഞ്ഞാന്ന്. അന്ന് അവിടെ ഒരു എനക്കുണ്ടായിരുന്നില്ലാന്ന്, ഞങ്ങളില്ല ഞാൻ കാരണം. മറ്റേ നമ്മുടെ അമ്മായിയുടെ മോണ്ട് പ്രസന്നൻ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്നൊരു ട്രെയിൻ പോകത്രേ, സ്വർണ്ണപ്പണിക്കാരെ ട്രെയിൻ. അത് സ്വർണ്ണപ്പണിക്കാർ സ്വർണം കൊണ്ടിട്ട് കുറേ പേര് കോട്ടയം ആ വശങ്ങളിലേക്ക് പോണ ഒരു ട്രെയിനുണ്ട്. അപ്പോൾ പ്രസന്നൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകോത്തര തമാശക്കാരനാണ്. പ്രസന്നനുള്ള ബോഗിയിൽ കയറാനാണ് ഇവിടുത്തെ കുറേ സ്വർണ്ണപ്പണിക്കാർ പിള്ളേരെന്ന് പറഞ്ഞില്ലേ പോണത്. പ്രസന്നൻ ഉള്ള ബോഗിയിൽ കയറാനാണ് എല്ലാവർക്കും ഇഷ്ടം. ആ ബോഗി മുഴുവൻ ചിരി ബോഗി എന്നാണ് പറയുക. അത്രയ്ക്ക് രസം. അത് പ്രസന്നം വന്നില്ലെങ്കിൽ ആ വണ്ടി തീവണ്ടിക്ക് തന്നെ ആ വശത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഉഷാറില്ല. ഇന്ന് പോകണ്ട പറയുന്ന അങ്ങനത്തെ. അതാണെങ്കിൽ തീവണ്ടിയുടെ എഞ്ചിൻ്റെ ശബ്ദത്തിനേക്കാളും ബോളിത്തിലാണ് അവൻ്റെ ബോളി ശബ്ദമേ, അത്രയ്ക്ക് ഇതിലാണ് ഹാ 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 എന്ന് പറഞ്ഞിട്ടുള്ള ആളുകൾ ചിരിയോട് ചിരി. അങ്ങനത്തെ അല്ലടി ഇതേ നോക്കി സരിത മത്തങ്ങ വീണ്ടും ഞാൻ അത് കണ്ടില്ലല്ലോ. പ്രസന്നനെ ഒരു ദിവസം കാണിക്കണം കേട്ടോ നമുക്ക് വീഡിയോയിൽ. ഇതേണ്ട മത്തങ്ങ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്ന കാണില്ല, അത് വേറെ ആളായിട്ട് തന്നെ പുറത്ത് വന്ന് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും. നമ്മളിതിൻ്റെ ഉള്ളിൽ ഞാൻ വടി വെച്ചിട്ടിങ്ങനെ അകന്നകത്ത് നോക്കണം, ഇങ്ങനെ നോക്കണം, അപ്പോൾ അത് കിട്ടില്ല. ഈ മത്തൻ്റെ അല്ലയില്ലേ തോരൻ വെക്കണം കേട്ടോ നമുക്ക് എപ്പോഴും നല്ലതാണ്. നിനക്ക് ഇതൊക്കെ നല്ല കർക്കട ഈ മത്തൻ്റെ അല്ല തോരൻ വെക്കാൻ കർക്കടം കുറുക്കടൊന്നും ഇല്ല, ഏത് സമയത്തും വെക്കാം. ചില ഇലകളാണ് ഈ മറ്റേ ഇന്ന മാസങ്ങളിൽ വയ്ക്കാൻ പാടില്ല എന്നത്. മത്തൻ കുമ്പളത്തിൻ്റെ മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇലയൊക്കെ മറ്റേ ഈ മലപ്പുറംകാർ നല്ല ചൂട് കഞ്ഞളല്ലേ സരിത, ചൂടായിട്ടുള്ള കഞ്ഞി ഊറ്റി കഴിഞ്ഞ് ചോറ് ഊറ്റി കഴിഞ്ഞിട്ട് അതിലേക്ക് കഞ്ഞളത്തിലേക്ക് ഇട്ടു വയ്ക്കുന്നത്. അത് അരിഞ്ഞ് അതിലേക്ക് ഇട്ടിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ തളരും, എന്നിട്ട് അത് കോരി കഴിക്കുന്നു. മുരിങ്ങയുടെ ഇല അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നു. മുരിങ്ങേരലേക്കളും മുരിങ്ങേരല ഉരിഞ്ഞിട്ടിട്ട് ആ കിണ്ണത്തിലേക്ക് ചൂട് കഞ്ഞി കോരി ഒഴിക്കും. അങ്ങനെ എല്ലാ ദിവസവും ഒരു തണ്ട് മുരിങ്ങേരല കഴിക്കുന്നത് കണ്ണിന് നല്ലതാന്ന് പറഞ്ഞിട്ടേ അങ്ങനെ പണ്ട് കഴിച്ചതായിട്ടൊരു ഓർമ്മയുണ്ട്. അല്ല മത്തങ്ങൻ്റെ അല്ലേ മത്തൻ്റെ ഇല മടുക്കില്ല, മനസ്സിലായ? മടുക്കില്ലെന്ന് പറഞ്ഞ ടേസ്റ്റ് ഉണ്ട് അതിന്, അതിനൊരു തൊങ്ങ് പോലെ ഇല്ലേ. അതൊക്കെ പോവും. പ്രസന്ന ഒരു ദിവസം കാണിക്കട്ടെ. പ്രസന്നൻ ഭയങ്കര തമാശയാണ്. പ്രസന്ന കൊണ്ട് ഒരു പാചകം ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പ്രസന്നൻ്റെ വീരഗാഥകൾ, ജീവിതത്തിൻ്റെ തമാശകൾ കുറേ കണ്ടമാനുണ്ട്. ചിലവർക്ക് അത് കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാനൊരു ഭയങ്കര കഴിവാണ്. അത് രസമായിട്ട് ഇങ്ങനെ ഓരോ അനുഭവങ്ങൾ പറയാറിയാം. സജീൻ്റെ താഴെ കേട്ടോ പ്രസന്ന, സജീനേക്കാളും എന്നെക്കാളും ഒരു 3-4 വയസ്സ് താഴെ. വർത്താനം പറഞ്ഞു, പണിയൊന്നും നടന്നില്ല, കളരി കൊടുത്തില്ല. മറ്റേ വീടിയായപ്പൻ്റെ പറഞ്ഞ പോലെയാ, മറ്റേതിലത്തെ പുതുക്കോട്ടയിലെ പുതുമണമാണല്ലോ പറഞ്ഞ പോലെ. ഞാൻ ഇവനോട് പറയണ ക്യാമറ ഓഫ് ആക്കാൻ. അപ്പോൾ കുഴപ്പമില്ല, ക്യാമറ ഓണായി കാണുമ്പോൾ ചേട്ടൻ ഇങ്ങനെ കഥകൾ ഇങ്ങനെ വരും. പുലി അത്ര കഴിഞ്ഞു ഒരുവിധം. ഇനി തട്ടി നിരത്തിയിട്ട് നമ്മുടെ തട്ടി നിരത്തിൽ കഴിഞ്ഞു. ഇനി ഇവിടെ നടാൻ പോകണം കേട്ടാ. ഓരോന്നോരോന്ന് ഇട്ട് പോക്കോട്ടാ, ഓരോന്നോരോന്ന് അരിക്ക് വെച്ച് പോയേ നടൽ ഈ അമർത്തൽ ഞാൻ അമർത്തിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൈ മണ്ണാവില്ല, അങ്ങനെ വെച്ച് പോയാൽ മതി. ഞാൻ നടാം അപ്പുറം. അല്ലേ നട്ട് പോക്കോ അങ്ങനെ തന്നെ. ചിലപ്പോൾ മണ്ണിൻ്റെ ഇടയിൽ നഖായി കഴിഞ്ഞാൽ അല്ല കൈ നഖത്തിടയിൽ മണ്ണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കളയാൻ ബുദ്ധിമുട്ടാണ്. എനിക്ക് പിന്നെ പ്രശ്നമില്ല. നമ്മൾ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നവർ ശരിയാ വൃത്തിയിൽ ആയിരിക്കണം അല്ലേ? അതന്നെ, ഞാനത് ഉറപ്പിക്കാൻ വെച്ചിട്ടാ. ഇത് ഇങ്ങനെ ഒരു തടം ആയിട്ട് നിൽക്കണതിനേക്കാളും ഇങ്ങനെ വരിയായിട്ട് എല്ലായിടത്തേ നിൽക്കുമ്പോൾ അതായിരിക്കും ഭംഗി എന്നാണ് എൻ്റെ ഒരു. അല്ല അത് വയ്ക്കാം, ഇനി വാങ്ങിക്കാം. ഇതേത് കളറാ?
ഇതേത് ഓറഞ്ചാന്നുണ്ട് എനിക്കറിയില്ല. 2 കളറാണ്, 2 കളറുള്ളത്. അത് ഉള്ളത് ആക്കിപ്പോക്കോ. തോരം പേരത് വാങ്ങിക്കാൻ വരുന്നത് ചെണ്ടുമല്ലി തയ്യാ പിന്നിലുണ്ട്. ചേട്ടൻ ആ നഴ്സറിയുടെ ഒരു ക്ലിപ്പ് എടുക്കായിരുന്നില്ല, ആളുകൾ ചോദിക്കേണ്ടത് എവിടെ നിന്ന് കിട്ടാൻ. അത് മറന്നുപോയി. കഴിഞ്ഞിട്ട് ചേട്ടാ 2 എണ്ണം കൂടെ ഉള്ളൂട്ടാ. അതിന് ഇതിൽ നട്ടിട്ട് മറ്റേ നേട് ഏത് അടുത്ത കളറുണ്ട്. ആ കളർ ഇതിൽ തന്നെ നടാനാ? അത് ഇതിൻ്റെ ബാക്കിയുള്ള സ്ഥലത്ത് നട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചെയ്യാം. 12, 13, 14 ഉള്ളത് നട്ടാൽ മതി. ഇവിടെ കഴിഞ്ഞു. ഞാനേ സരിതയുടെ കയ്യിൽ മണ്ണാവണ്ട വെച്ചിട്ട് പിന്നെ നടുമ്പോഴേ നമ്മുടെ കൈൻ്റെ ഉള്ളിൽ മണ്ണ് വരില്ല. പിന്നെ കയ്യുറക്കിയിട്ട് ചെയ്യണം. ആരും കയ്യുറക്കിട്ട് ചെയ്യും. ഇഷ്ടംപോലെ പേരുണ്ട് കയ്യുറട്ട് ചെയ്യുന്നവർ. ചെയ്യണവർ ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞു മതി. ബാക്കിൽ അവിടേക്ക് വെച്ചോ. 3, 4, 5, 6 ഉണ്ട് ബാക്കി. അത് വേറെ സ്ഥലത്ത് അത് വഴിയിൽ നടാം. ഇപ്പം നനച്ചു കൊടുക്കൊന്നും വേണ്ട. കുറച്ച് കഴിയുമ്പോൾ മഴ പെയ്യും. കാക്കകൾ വിരുന്ന് വിളിക്കുന്നില്ലോ. വെയിലിന് ഭയങ്കര ചൂടായിട്ടാ. പുറം കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രായമല്ലേ. അങ്ങനെ നമ്മുടെ നാടൽ കഴിഞ്ഞു. ഇനിയിപ്പോൾ മഴ പെയ്തൊന്ന് വേര് പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണപ്പൊടി ചാണിട്ടിട്ട് മണ്ണിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അടിപൊളിയിൽ പോകുന്നുണ്ടോ. മുരടിച്ച വെണ്ടക്കായ്കളുണ്ടോ അതൊക്കെ പൊട്ടിച്ചോ. അതൊന്നും കുഴപ്പമില്ല. ഇവിടെ കിടന്ന കത്രിയാണ് സാധ്യത മുറിക്കുന്നത് കേട്ടോ. കത്രിക്ക് വലിയ ഭംഗിയൊന്നുമില്ല, പക്ഷെ നല്ല മുറിച്ചിട്ടുണ്ട് കേട്ടോ. അത് തൊട വേണ്ടോ. ഇന്നലെ കുറേ വെണ്ടക്കായ കിട്ടി. അതകത്തുണ്ട്. കൂടിയാകുമ്പോൾ ലോഡായി. എനിക്ക് മടുക്കാത്ത ഒരു കൂട്ടാനാണ് കേട്ടോ വെണ്ടക്കായ പേര്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെറുത് പൊട്ടിക്കണ്ടല്ലോ.